സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ചുമതലയേറ്റ റസൂൽ പൂക്കുട്ടി. സ്ഥാനമൊഴിഞ്ഞ പ്രേംകുമാർ ചടങ്ങിനെത്തിയില്ല. നടി കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. ചലച്ചിത്ര അക്കാദമിയിലെ അക്കാദമിക്സ് എന്ന ഭാഗത്തിന് കൂടി ഊന്നൽ നൽകുമെന്ന് സ്ഥാനമേറ്റ ശേഷം റസൂൽ പൂക്കുട്ടി പറഞ്ഞു. ഞാനൊരു സ്വയം വിചിന്തനം നടത്തി നോക്കി, ഇത് വേണമോ വേണ്ടോ, എൻ്റെ തിരക്കുകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയല്ല. ആക്ച്വലി ഇറ്റ് ഈസ് ഗുഡ്. എൻ്റെ നാട്, എൻ്റെ മലയാളം, എൻ്റെ ഭാഷ, എൻ്റെ സിനിമ, ഞാൻ സിനിമ കണ്ടു വളർന്ന എൻ്റെ തലസ്ഥാനം, ഇവിടേക്ക് എന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് തിരിച്ചു വരിക എന്നുള്ളത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, വഴി കാണിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് ഇന്നോവേഷൻസിൻ്റെ സമയമാണത്. സോ ഐ തിങ്ക് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് എ ലോട്ട്. പഴയ ചെയർമാനെ അറിയിച്ചിട്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ എനിക്ക് ഓർഡർ വന്നത് അജയ് വിളിച്ച് പറയുന്നതിൻ്റെ രാത്രി 8 മണിക്കാണ് അല്ലേ. അപ്പോൾ എനിക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ കഴിച്ചു. പക്ഷേ ഞാൻ പ്രേം പറഞ്ഞ കഴിഞ്ഞ കോൺക്ലേവ് വന്നപ്പോൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. MS വീണ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വീണ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി റസൂൽ പൂക്കുട്ടി ചുമതല ഏറ്റുകഴിഞ്ഞു. അതേസമയം ചടങ്ങിൽ പ്രേംകുമാർ എത്തിയിട്ടുമില്ല അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ദേവിക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം തിങ്കളാഴ്ച നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പാണ് ഈ അക്കാദമിയുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രേംകുമാറിനെ മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ഈ ഒരു പ്രഖ്യാപനമൊക്കെ, അതായത് പുതിയ അധ്യക്ഷൻ വരുമെന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായപ്പോൾ പോലും റസൂൽ പൂക്കുട്ടി ആയിരിക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഓസ്കാർ ജേതാവാണ്, സംഗീത മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്, ഇന്ത്യയുടെ അഭിമാനമാണ് അദ്ദേഹം. അപ്പോൾ റസൂൽ പൂക്കുട്ടി ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ സിനിമാ ആരാധകരടക്കം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഇന്നാണ് രാവിലെ ഈ ഒരു ഔദ്യോഗികമായിട്ട് ഈ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നിരുന്നു. എന്നാൽ സാധാരണ പുതിയ ആൾ സ്ഥാനത്തേക്ക്, ഈ പദവിയിലേക്ക് എത്തുമ്പോൾ ഈ സ്ഥാനമൊഴിയുന്ന വ്യക്തി സാധാരണ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രേംകുമാർ എത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ പ്രേംകുമാർ എത്തിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ പ്രേംകുമാർ ഈ ആശാ വർക്കറുമായി ബന്ധപ്പെട്ട് നടത്തിയ ആശാ സമരം ആ ഒരു വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ നടൻ പ്രേംകുമാർ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ആകാം ഈ സ്ഥാനമാറ്റത്തിന് കാരണമായെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വിട്ടില്ല. അദ്ദേഹം പ്രതികരിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് റസൂൽ പൂക്കുട്ടി പറയുന്നത്, ഇനിയിപ്പോൾ ഡിസംബറിൽ IFFK-യുടെ 30ാമത് ചലച്ചിത്ര ഉത്സവം തുടങ്ങാൻ പോവുകയാണ് ഡിസംബറിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു എഡീഷൻ ആയിരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു യോഗം കൂടി തീരുമാനിച്ചിരുന്നു. ഈ യോഗം വിളിച്ചിരുന്നത് പ്രേംകുമാർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് 2:30 യോഗം ചേരുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ ഭരണസമിതിയെ സിനിമാ ലോകം കാണുന്നത്. ഒപ്പം സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലൊപ്പം തന്നെ വിവാദമില്ലാതെ, പലതവണ നമ്മൾ IFFK-യിൽ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ, ഈ സീറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് സ്ക്രീനിങ് കുറയുന്നു എന്ന പരാതികൾ. അത്തരത്തിലുള്ള പലതരത്തിലുള്ള പരാതികൾക്കും പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ ഡിസംബർ മാസകാലങ്ങളിൽ IFFK തലസ്ഥാന നഗരിയിൽ നടക്കുമ്പോൾ ഇതുപോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. MS വീണയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.